എനിക്ക് ഇവനെയാണ് സംശയം. കൈലാഷിനെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ആളെ വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഇവനാ. നിങ്ങൾ ഇവനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ ഞാൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനെ വിളിച്ച് ആക്ഷൻ എടുക്കാൻ പറയണോ? അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആളുകളെ അറസ്റ്റ് ചെയ്യലല്ല ഞങ്ങൾ പോലീസുകാരുടെ പണി. അന്വേഷണം ഇപ്പൊ ആരംഭിച്ചല്ലേ ഉള്ളൂ. സോറി സർ, ഞാൻ കൈലാഷിന്റെ ഫാദറാ. ഞങ്ങളുടെ മകൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ട് ഇവള് കുറച്ച് ഇമോഷണലാ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഓരോന്നും പറഞ്ഞു പോയതാ. സാർ അത് കാര്യമാക്കരുത്. നീ ഒന്ന് സമാധാനിക്ക്. അദ്ദേഹം അന്വേഷണം തുടങ്ങട്ടെ. നിങ്ങളിന്ന് മിണ്ടാതിരിക്കെ. സർ, നിങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? പേഷ്യന്റിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കേറി കാണാം. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? കൈലാഷ് സാറിനെ കാണാൻ. അവനെ ഈ അവസ്ഥയിലാക്കിയിട്ട് നിങ്ങൾക്കൊന്നും മതിയായില്ലേ? അകത്തേക്ക് കാലെടുത്ത് വെച്ചാ എല്ലാത്തിനും ഞാൻ കൊല്ലും. പ്രിയൻ, ഇവർ രണ്ടുപേരും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പ്രിയൻ എന്തായാലും അകത്തേക്ക് വന്നേ പറ്റൂ. ഇവനാണ് എല്ലാത്തിനും പുറകിലെന്ന് ഞാൻ പറഞ്ഞിട്ടും ഇവനെ എന്തിനാ അകത്തേക്ക് കടത്തി വിടുന്നത്? നിങ്ങൾക്ക് പ്രിയനെ സംശയിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹീസ് എ വിറ്റ്നസ്. തന്നെ കൊല്ലാനുള്ള ശ്രമത്തിന് പിറകിൽ പ്രിയനൊരു പങ്കുമില്ലെന്നാണ് കൈലാഷ് പറയുന്നെങ്കിലോ? കൈലാഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതുവരെ പ്രിയൻ ഞങ്ങളോട് ഉണ്ടാവണം. കം വിത്ത് മീ. അങ്ങനെ ഇപ്പൊ കാഴ്ച കാണണ്ട. സാരല്ല മാഡം, നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കൈലാഷ് സാർ കണ്ണു തുറന്നെന്നറിഞ്ഞല്ലോ. അയ്യോ മോനെ. ആന്റി, ആന്റി എന്താ ഇത്? ആന്റി, എന്റെ മോന്റെ അവസ്ഥ കണ്ടോ? കൈലാഷ്, നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇതോടെ നിന്റെ അവസാനം കണ്ട് ആ കമ്പനി സ്വന്തമാക്കാന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. ചൊവ്വാണ്ട് തിരിച്ചു വന്നിരിക്കുന്നു. ആ, നിനക്കൊന്നും പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. യു ആർ എ സ്ട്രോങ് ഗൈ. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാ. അപ്പൊ ഒന്നും നീ കേട്ടില്ല. ഇപ്പോ കൂടെപ്പറപ്പിനെ പോലെ നീ സ്നേഹിച്ചവൻ നിന്നെ ഈ അവസ്ഥയിലാക്കിയപ്പോ നിനക്ക് സമാധാനായല്ലോ. സീതേ, നീ ഇമോഷണൽ ആവല്ലേ. കൈലാഷിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ സമാധാനിക്കേ. ദേ, ഇല്ലെങ്കിൽ നിനക്ക് വയ്യാതെയാവും. റിലാക്സ്. എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഐ ആം സോറിടാ. സർ, കൈലാഷിനെ അധികം സ്ട്രെയിൻ ചെയ്യിക്കണ്ട. അയാൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. സാറിന് ചോദിക്കാനുള്ളതെല്ലാം ഒന്ന് വേഗം ചോദിച്ചു തീർത്താൽ നല്ലതായിരുന്നു. ഹി നീഡ്സ് റെസ്റ്റ്. ഓക്കെ ഡോക്ടർ. എക്സ്ക്യൂസ് മീ. ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളോട് ആരൊക്കെ ഉണ്ടായിരുന്നു? അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞാൻ
ഞാൻ എൻ്റെ കമ്പനി സ്റ്റാഫായ പാർവതിയോട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ വേണ്ടി കുറെ തവണ ഫോണിൽ വിളിച്ചു. പക്ഷേ അവള് ഫോൺ എടുത്തില്ല. എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചതുകൊണ്ടായിരിക്കും. അത് പാർവതി കോൾ എടുക്കാത്തതെന്ന് കരുതി ഞാൻ അരവിന്ദിനോട് പാർവതിയെ വിളിക്കാൻ പറഞ്ഞു.